തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുന്നെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ബാർക്കിന്റെ അന്വേഷണ റിപ്പോർട്ടും ലഭിക്കാനുണ്ടെന്നും കേന്ദ്രം. ലോക്സഭയിൽ കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24ന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണത്തിനായി കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് ബാർക്ക് ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ബാർക്കിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ചാനലിന്റെ അപ്ലിങ്കിംഗ്, ഡൗൺലിങ്കിംഗ് അനുമതി സർക്കാർ താൽക്കാലികമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുമോ എന്ന ചോദ്യത്തിന് 2022 നവംബർ 9 ടെലിവിഷൻ ചാനലുകളുടെ അപ്ലിങ്കിംഗ്, ഡൗൺലിങ്കിംഗ് നയമാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടികൾ ഉണ്ടാകുക എന്നാണ് മറുപടി. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കുള്ള നയമാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി പ്രക്രിയയിലാണെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.